ഞാനിപ്പം കുറേ നാളുകൾക്ക് ശേഷം ഒരു പ്രിയപ്പെട്ട ആളെ കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാണ് എന്താണെന്നൊക്കെ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അദർ എപ്പിസോഡ് ഓഫ് ഫ്ലോഡി. ഇറ്റ്സ് മീ അഖില. അപ്പം നമുക്ക് വേഗം പോയാലോ. ഈ കഥ പറഞ്ഞോണ്ട് ഈ വ്ളോഗ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമുണ്ട്. കാരണം ഈ കഥ തുടങ്ങുന്നത് ഇവിടെയാണ് എന്നൊക്കെ വേണേൽ പറയാം. ഇത് എൻ്റെ കസിൻ്റെ കുട്ടിയാണ്, എന്ന് വെച്ചാൽ കസിൻ ബ്രദറിൻ്റെ കുട്ടി, അമ്മയുടെ ഏച്ചിയുടെ മകൻ്റെ കുട്ടി. അവൾ ജനിച്ചത് വളർന്നപ്പോൾ മുതലേ ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. കാരണം എൻ്റെ കോളേജിൻ്റെ അടുത്താണ് ഇവരുടെ വീട് വരുന്നത്, എൻ്റെ ബിടെക്. സോ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചതെങ്കിലും സാറ്റർഡേ സൺഡേസിലൊക്കെ അവിടെ പോകുമായിരുന്നു. ചേച്ചി പ്രഗ്നൻ്റ് ആയ മുതലേ ഞാൻ അവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളായി ഭയങ്കര അറ്റാച്ച്ഡാണ് ഞാൻ. അവൾക്കും തിരിച്ചങ്ങനെയാണ്, എല്ലാത്തിനും ഞാൻ വേണമായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കുക, വായി കഴിക്കുക. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്, ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ഇനി വീടില്ലേ അവിടെയൊക്കെ പരിപ്പാട് അരക്കുവാണ്. ആരും കയറാനുണ്ടാവും. രാത്രിയായി. ഇപ്പോൾ ബേക്കറി മേടിക്കാൻ വന്നിരിക്കുകയാണ് ഗേൾസ്. നിങ്ങളിപ്പോൾ കണ്ട സീന് അതെപ്പോഴും ആര് വന്നാലുള്ളതാണ്. പെട്ടെന്ന് ഒരാളുമായിട്ട് അവൾ അറ്റാച്ച്ഡ് ആവില്ല. കുറച്ച് സമയം എടുത്ത് നമ്മൾ കുറച്ച് സമയം അവിടെ നിൽക്കുകയാണെങ്കിൽ ഇണങ്ങും. പക്ഷെ അതിന് കുറച്ച് സമയം വേണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ പോയി എടുത്തപ്പോൾ തന്നെ കരഞ്ഞ്. ഞാൻ വിചാരിച്ചു ഈശ്വര എന്നെ മറന്ന്. കാരണം കുറേ ആയില്ലേ പോവാത്തത്, അപ്പോൾ ഇത്രയും വലുതുമായി, അപ്പോൾ എന്നെ മറന്നു പോയി എന്നൊക്കെ ഞാനൊരു നിമിഷം സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞ് ആരാ തരണ്ടേന്ന് ചോദിച്ചപ്പോൾ മറ്റ് 2 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ വീഡിയോയിൽ കണ്ട, അവർ തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സന്തോഷിച്ച സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. കാരണം ഇത്രക്കായിട്ട് അവൾക്ക് എന്നോടുള്ള ആ അറ്റാച്ച്മെൻറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. മൂത്തപ്പയുടെ ഒരു മകൻ ആർമിയിലാണ്, അപ്പോൾ പുറത്താണ്. അപ്പോൾ ചേച്ചിയും മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് എല്ലാവരും ഉള്ളതുകൊണ്ട്. പിന്നെ ഈ ഇവളെന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ പറഞ്ഞാൽ അമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഈ പാർവതി എന്നാണ് ശരിക്കും പേര്. അപ്പോൾ ആൾക്ക് ഒരു കുഞ്ഞു വാവ വരാൻ പോവാണ്. അപ്പോൾ ചേട്ടന് ഗൾഫിലാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചേച്ചിക്കൊരു ചെറിയ സന്തോഷം, ചെറിയൊരു സർപ്രൈസ്. അപ്പോൾ വളകാപ്പ് പോലെ നടത്താമെന്ന് തീരുമാനിച്ചു. ചേച്ചി നഴ്സാണ്, അപ്പം നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പം നാളെ രാവിലെ വരുള്ളൂ. അപ്പം ഞങ്ങൾ നൈറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് എല്ലാവരും കൂടിയുള്ളപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ. അമ്മൂനും അതിഷ്ടമായി, ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നൊക്കെ എടുത്ത് തരിക ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവളും അത് എൻജോയ് ചെയ്തു. ഞങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്. എന്തിനാണ് നമ്മൾ ഇല പറിക്കുന്നത്? കണ്ടില്ലേ പച്ചക്കറി നോക്കുന്നു.
നേരെ നേരെ അതന്നെ ഇപ്പൊ കണ്ണിങ്ങനെ തുറന്നു. ചേച്ചി ഡ്യൂട്ടി കഴിയും. അമ്മ ഇങ്ങോട്ടേക്ക് 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 ഇങ്ങോട്ടേക്ക്. ചേച്ചിയുടെ വളകപ്പ നടത്തുന്നതെങ്കിലും ആള് ഇതിപ്പം മൂന്നാമത്തെ ഡ്രസ്സ് അങ്ങനെയാണ് മാറ്റിയിടുന്നത്. ഓരോ ഡ്രസ്സ് കാണിച്ചിട്ട് പറയും അതിട്ട് തരുമോ അതിട്ട് തരുമോ എന്ന്. പിന്നെ ഹെയർ സ്റ്റൈല് ഇതൊന്നും അതിൽ ഞാൻ കടന്നിട്ട് വേറെ ആരുമില്ല എന്നൊക്കെ പറയും. ആർക്ക് ഹെയർ ചെയ്യണമെങ്കിലും എൻ്റെ അടുത്താണ് വരിക, ഞാനാണ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നതായതുകൊണ്ട് ചേച്ചി വെറുതെ നിന്ന് തരുന്നതേ ഉള്ളൂ, ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഹെയറും മേക്കപ്പും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ചേച്ചി ഡ്രസ്സ് ചെയ്യാണ്, അമ്മ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ടാബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് ഹൽവയൊക്കെ കട്ട് ചെയ്തു. അമ്മ എന്നിട്ട് എന്താ ചെയ്തേണ്ടേ ആദ്യം? എന്താ പരിപാടിയിലായിരുന്നു എടുത്തോട്ടാ മഴ കൊറേ വേണം. ഇവിടെ നോക്കേ മഴ എടുത്തോട്ടെ. അമ്മനോടാടാ വേണാ അല്ല മഞ്ഞ വളർച്ചതായിട്ട് നല്ല നീ മഞ്ഞളല്ലേ മോളെ കാണാനേ മോഹൻ കാണാൻ നല്ല തേക്കണ്ടേ അതെ അമ്മ കുടിക്കാൻ നേരത്തെ കേട്ടോ കേട്ടോ. അത് കൊടുക്കുന്നു നോക്ക്. അവൾക്ക് എന്തായിരുന്നല്ലോ ആദ്യം കുറിന്റെ കിട്ടോ. ഇതാണ് സ്റ്റൈല്. ഇത് ചെയ്യാനോ ഞാൻ ഭയങ്കര സ്റ്റൈലായി വീഡിയോ എടുക്കല, ഫോട്ടോ എടുക്കും. കൂടെ കളിക്കാൻ ആൾ വരുന്നതിന് എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു ആമോസ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഹാപ്പിയാണ് ഷീ. ആൻഡ് പായസമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്തില്ല. നമ്മൾ തിരിച്ചു പോവാണ്, കാരണം എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് ഗേൾസ്. അപ്പം തിരിച്ചു വരാൻ നല്ല ലേറ്റ് ആയി, ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് മെല്ലെ തിരിച്ചു പോവാണ്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.